ഒരു ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റുള്ളവർ ഉറപ്പായിട്ട് മോണിറ്റർ ചെയ്യും. അടുത്ത ടീം ലീഡായിട്ട് വരുന്ന ആൾ ഉറപ്പായിട്ടും തൊട്ടു മുൻപ് ടീം ലീഡായി നിന്ന ആളുടെ ഭാഗത്തുണ്ടായ നെഗറ്റീവ്സ് ഇയാൾ അത് ഓവർകം ചെയ്യും. അയാളുടെ പ്ലസ് ഇയാൾ ഫോളോ ചെയ്യാനും ഇയാളുടെ മൈനസ് ഇയാൾ ഇവിടെ ഓവർകം ചെയ്യാനുമുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കഴിഞ്ഞ 2 ടീം ലീഡ്സിന്റെയും പ്ലസ് അയാൾ ഒബ്സർവ് ചെയ്യും, അയാൾ അത് ഫോളോ ചെയ്യും, നെഗറ്റീവ്സ് അത് ഓവർകം ചെയ്ത് എങ്ങനെ അത് റിസോൾവ് ചെയ്യാമെന്നും ചിന്തിക്കും. ഇതിലൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം, ടീമിനകത്ത് വരുന്ന ഓരോ മെമ്പേഴ്സിനും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടെ വരുന്നുണ്ട്. അയാൾക്കൊരു മെന്ററായിട്ട് നിൽക്കാനുള്ള ഒരു സ്കില്ല് വരുന്നുണ്ട്. ഒരു ടീം ലീഡ് ആയിട്ട് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട വർക്ക് ലോഡും അല്ലെങ്കിൽ ആ ഒരു പ്രഷറും ഒക്കെ അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ ഡെയിലി ടാസ്ക് മാനേജ് ചെയ്യുക, അയാളുടെ വർക്ക് അവിടെ ചെയ്യുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ടീം ലീഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും.